ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ കുഞ്ഞു മുട്ട ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോയിൻ ബിസ്ക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഡ്രോപ്പ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പൈനാപ്പിൾ ഡ്രോപ്പ്, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. ഞാനിന്ന് ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന ഈ വെള്ള നാര് പോലത്തെ ഭാഗം നമുക്ക് മാറ്റാം കേട്ടോ. മുട്ടയുടെ ആ ഒരു സ്മെല്ല് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നല്ലപോലെ മിക്സ് ചെയ്യണം. പഞ്ചസാര മുഴുവൻ അലിയുന്നത് വരെ ഇങ്ങനെ സ്പീഡിൽ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി അൺസാൾട്ടഡ് ബട്ടർ വേണം. ഞാനിപ്പോൾ ഇവിടെ 20 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇങ്ങനെ ഒരു സെമി മെൽറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ബട്ടർ ചേർത്താൽ മതി. എന്നിട്ട് ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ചേർക്കാൻ പോണത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തത്. അതുപോലെ നല്ലൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു അരിപ്പയിലേക്ക് ആദ്യം 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അളന്നെടുക്കുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കപ്പിലേക്കിട്ട് മുകൾ ഭാഗം വടിച്ചെടുക്കണം. ഇതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ അരിപ്പയിലൂടെ അരിച്ചു ചേർക്കണം. എന്തെങ്കിലുമൊക്കെ കട്ട പോലെ നിൽക്കുകയാണെങ്കിൽ അത് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പൊടി മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി. ഈ കൂട്ട് ഒത്തിരി ലൂസായിട്ടും ഒത്തിരി ടൈറ്റായിട്ടും അല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം. അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയില്ലാത്തൊരു സോസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ എടുത്ത് കോൺ പോലെ ആക്കിയിട്ട് അതിന്റെ അറ്റത്ത് കട്ട് ചെയ്താൽ മതി. ഏത് രീതിയിൽ വേണേലും ചെയ്യാം. ഞാനിപ്പോൾ സോസ് ബോട്ടിലിൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ചെറിയ ഡ്രോപ്പ് പോലെ ഈ ഒരു ബിസ്ക്കറ്റ് ഷേപ്പ് ചെയ്ത് വെക്കാം. കുറച്ച് വിട്ട് ഷേപ്പ് ചെയ്താൽ മതി. ഒത്തിരി വലിയ സൈസായിട്ട് ഉണ്ടാക്കേണ്ട, കുറച്ച് ചെറിയ സൈസിലാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടാവുക. ഇത് ഓവനിൽ വെച്ച് 180 ഡിഗ്രിയിൽ 8 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. ഈ കൂട്ട് റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഓവൻ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓർമ്മിക്കണം. ഓവനിലല്ലാതെ നമുക്കിത് സ്റ്റൗവിലും ചെയ്തെടുക്കാം. സ്റ്റൗവിൽ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഒരു തട്ട് വെച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് മൂടി വെച്ച് ഇതും ഒരു 10 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്കിത് റെഡി ആയി എന്ന് മനസ്സിലാവുക. ഇങ്ങനെ അല്ലാതെ പാനിലേക്ക് തന്നെ നേരിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കോയിൻ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിൽ ചെയ്തതായാലും ഓവനിൽ ചെയ്തതായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.